ഒരു സൈക്കോ കില്ലർ താമസിക്കുന്നുണ്ട് ഗൈസ്. ക്യാമറ. അപ്പം ഇത്രയും കൊലകൾ ചെയ്ത് കൂട്ടിയ ഒരു സൈക്കോയുടെ വീടാണ് ഈ കാണുന്നത്. പുറത്തെല്ലാം പുള്ളി ഒരു കൊലയാളിയുടെ വീടില്ല. ബോഡികളെല്ലാം വെട്ടി അരിഞ്ഞ് ഇറച്ചി കഷ്ണം പോലെ. ബുധനാഴ്ച വെട്ടി കൊന്നു. അവന് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല, ബോയ് ഫ്രണ്ട് ഇല്ല, വാഹനം ഉപയോഗിക്കത്തില്ല, ഈ മുറി വിട്ട് പുറത്തു പോകത്തില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അഖിൽസ് ടി വി. അഖിൽസ് ടി വിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഞാനിപ്പം സൈക്കിൾ ഓട്ടി ഇങ്ങനെ വരികയായിരുന്നു. അപ്പം എനിക്ക് തോന്നി നിങ്ങളൊരു സൈക്കോ കില്ലറുടെ വീട് കാണിക്കുകയാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ താമസിക്കുന്ന തൊട്ടടുക്കലായിട്ട് ഒരു സൈക്കോ കില്ലർ താമസിക്കുന്നുണ്ട് ഗൈസ്. വേറെ ആരുമല്ല, തിരുവനന്തപുരംകാർക്ക് രണ്ട് കേരളമായിരിക്കും അറിയാവുന്നത്. ഒന്ന് കേരള ചിക്കൻ, രണ്ട് കേരള ജിംസൺ രാജ. അതെ, കേരള ജിംസൺ രാജ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. വേറെ ആരുമില്ലത് സൈക്കോ സൈമൺ. Preeti, I think it's him. അപ്പോൾ സൈക്കോ സൈമൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ് 5-ാം വാരികത്ത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേരള ജിംസൺ രാജ എന്ന ക്യാരക്ടറിൽ നിന്നാണ്. അപ്പോൾ ഈ കേരള ജിംസൺ രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ഞാൻ പോകുന്ന വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. റോഡൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. നമ്മളിങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച പോലെ തന്നെയുള്ള ആ സെയിം സ്ഥലത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരുപാട് വിഷ്വൽസ് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല എന്തായാലും ഞാൻ. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡായത് നമ്മുടെ മമ്മൂക്ക തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന പങ്കജ് ഹോട്ടലിലെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു എപ്പിസോഡ് കൊള്ളാം, പക്ഷേ ഇതിനകത്ത് ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. ഒന്ന് നമ്മുടെ ഡിവൈസ് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ മാക്സിമം ഭംഗിയായിട്ട് തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരു മെയിൻ പോരായ്മ പറഞ്ഞത് സ്ലോ ആയിട്ട് പോകണം, സൈക്കിളിൽ പോകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ പോകരുതെന്നും പിന്നെ അതുപോലെ സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നുമാണ്. ആക്ച്വലി കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീവിശ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചങ്ക് കമന്റ് ചെയ്യുന്നത് ഇത് കവടിയാർ പാലസിന്റെ പുറവശമാണ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇത് കവടിയാർ പാലസിന്റെ പുറവശമാണെന്നുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കമന്റ് ഞാൻ മാനിക്കുന്നു. ഇതാണ് കവടിയാർ പാലസിന്റെ പുറവശം. ഐ തിങ്ക് ഇതാണ് ഫസ്റ്റ് സിഗ്നൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴുള്ള. അതാണ് കവടിയാർ പാലസ്. ഇതാണ് സ്വാമി വിവേകാനന്ദ സ്ക്വയർ എന്ന് പറയും, കവടിയാർ സ്ക്വയർ എന്നൊക്കെ പറയും കേട്ടോ. ഇതാണ് കവടിയാർ സ്ക്വയർ. ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. ഒരു വിവേകാനന്ദന്റെ പ്രതിമയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ അകത്തുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത നമ്മുടെ ഉടനെ എപ്പിസോഡിൽ ചെയ്യാം. നമുക്ക് സമയമില്ല, എടുത്ത് കയറിപ്പോയി നിങ്ങളെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിലിന് മുമ്പായിട്ട് കേരള ജിംസൺ രാജ കാണിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് രാത്രി ഒരു 9 മണിയൊക്കെ വന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ അറിയില്ല, നേരത്തെ കൂടെ വന്ന് ഞാൻ ചുമ്മാ ഇരിക്കുകയായിരുന്നു. പാട്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് രാത്രിയിലൊക്കെ അല്ലേ. ഇത് ഈ അടുത്താണ് ഇത് റെനോവേറ്റ് ചെയ്തത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇത്രയും ഭംഗിയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയൊക്കെ ആയിട്ടുണ്ട്, ചെടിയൊക്കെ ആയിട്ട് പിടിപ്പിച്ച്. നമ്മുടെ സൈക്കിളിരിക്കുന്നുണ്ടോ? ലെറ്റ്സ് കണ്ടിന്യൂ. കവടിയാറിലെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നമുക്ക് എപ്പോഴും ഈ വഴി ചോദിക്കാൻ നേരത്തെ ഹെൽപ്ഫുള്ളാണ് ഈ ഓട്ടോക്കാരാണ്. കാര്യം അവർക്ക് എല്ലാ ഊടുവഴികളും അറിയാം. എന്തൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചോദിച്ചാൽ വിജയിച്ചോണ്ടിരിക്കും. ചേട്ടാ, നമ്പങ്കോട് സൈക്കോ സൈമൺ ഇല്ലേ, മറ്റേ കേരള ജിംസൺ രാജ. അപ്പോൾ അടുത്ത് പോയിട്ട് ഇതിന് അപ്പുറത്തെ റൈറ്റ് റൗണ്ടാണ്. ശരി ശരി കേട്ടോ. ആ ചേട്ടന് കറക്റ്റ് വഴി അറിയാം. നമുക്ക് തിരിഞ്ഞു നോക്കുന്നതാണ് കാണുന്നത്. എൻ്റെ ഹെഡ് റൊട്ടേഷൻ മൊത്തം നിങ്ങൾക്ക് കാണാം. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഓഫീസിൽ പോകുന്ന തിരക്കിലൊക്കെ ആയിട്ടാണ് ഇത്രയും ചറവറ വണ്ടി. ഉച്ചയൊക്കെ ഇത്രയും വണ്ടി വരില്ല. തിരുവനന്തപുരം സിറ്റി ഉണ്ടോ, രാവിലെ ഇങ്ങനെ ആയിരിക്കും, നല്ല ക്ലീൻ ആയിരിക്കും. വഴി എനിക്കറിയാം. ആക്ച്വലി നിങ്ങളെ പിന്നെ വഴിയിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണമല്ലോ.
അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഹസനം മാത്രമാണ് ഈ വഴിവഴിക്കല്. ഇതാണ് പയ്യന്മാരൊക്കെ പോകുന്നത്, നന്തൻകോടൊക്കെ പോകുന്ന വഴിയാണിത്. കവടിയാറ് കഴിഞ്ഞ് റൈറ്റ് തിരിയുമ്പോൾ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകളും പിന്നെ കുറേ റെസ്റ്റോറൻറ്റ് ചെയിനൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ പലതും അടച്ചിട്ടിരിക്കുകയാണ്, തുറന്നു വരുന്നേ ഉള്ളൂ. ഞാൻ നമ്മൾ കാണിച്ചത് ഇതാണ് ഗീതാഞ്ജലി ടിഫിൻ സെൻറ്റർ. ഒരു ഫേമസ് ഒരു ടിഫിൻ സെൻ്ററാണ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഫ്ലാറ്റുകളൊക്കെയാണ്. രാത്രി ഇറങ്ങുമ്പോൾ നല്ല വൈബാണ്. രാത്രി ഇറങ്ങിയാൽ നിങ്ങളെ വിഷ്വൽസ് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതെന്താണെന്ന് എനിക്കും അറിയില്ല, ഞാനതിന് ചോദിച്ചിട്ട് പറഞ്ഞത്. അല്ല ഹോട്ടലോ ഇതായിരിക്കും. നമ്മൾ വീഡിയോ എടുത്ത് ക്ഷീണിച്ചപ്പോഴേ ഇവിടെ ഈ ഡ്രങ്കൻ മങ്കി ഒന്ന് ഒരു സ്മൂത്തി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇങ്ങനെ നന്തൻകോടാണിത്. ഡ്രങ്കൻ മങ്കി നല്ല കിടുക്കൻ ഷേക്കുള്ള സ്മൂത്തി, ജ്യൂസ്, എല്ലാം ഫ്രഷ് ഫ്രൂട്ടാണ്. ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. ഇതിങ്ങനെ ഇറങ്ങിയാണ് ചെല്ലാൻ. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ, കിടുമല്ലേ. ഇത്ര ഐറ്റംസ് ഉണ്ട്. അടിപൊളി സാധനമാണ്. അതായത് നിങ്ങൾ ഈ നന്തൻകോട് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, തിരുവനന്തപുരം നന്തൻകോട് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ട്രൈ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ചോക്കോ ആൽമണ്ട് എന്ന ഫ്ലേവറാണിത്. കിടു കേട്ടോ, നല്ല ടേസ്റ്റ്. ബാക്കി വീട്ടിൽ ചെന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ കുടിച്ചു തുടങ്ങിയാൽ പിന്നെ തീർക്കാതെ സമാധാനമില്ല. അപ്പോൾ ഈ ഡ്രങ്കൻ മങ്കിയുടെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നന്തൻകോട് ഭാഗത്തിന് വരുവാണെങ്കിൽ അടിപൊളി സ്മൂത്തി, ഷെയ്ക്ക്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരുന്നാൽ മതി. അല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഔട്ട്ലെറ്റ് കൂടാണ് ഇവരുടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രങ്കൻ മങ്കിയിൽ നിന്ന് ഇറങ്ങി ബാക്ക് ടു കേരൽ ജിൻസൺ ഹൗസ്. ക്യാമറ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴി ശരി. എല്ലാവർക്കും ക്യൂരിയോസിറ്റിയാണ്. നമ്മളൊന്ന് റൈറ്റ്. ഇതാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഹെഡ് ക്വാർട്ടേഴ്സ്. അത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നത്. അമ്പലങ്ങളുടെ ഒക്കെ അല്ലേ. ചിത്തിരനാളിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. നേരെയാണ്. അപ്പോൾ കഴിച്ച് നമുക്ക് ആ ചേട്ടൻ പറഞ്ഞു തന്നു വഴി. നന്തൻകോട് ബെയിൻസ് കോമ്പൗണ്ട് റെസിഡൻസ് അസോസിയേഷൻ. അപ്പോൾ നമ്മൾ സൈക്കോ സൈമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതാണോ വീട്? വയസ്സ് എനിക്ക് അറിയത്തില്ല. ചേച്ചി, ഒരു കൊലയാളിയുടെ വീടില്ല ഇവിടെ, അമ്മയച്ചനെ കുത്തിക്കൊന്ന്. ആ പുള്ളി വീട് ഇത് ഇങ്ങോട്ടോട്ട്. ശരി, ഓവർമാൻ നമ്മളെ കടിച്ചു കയറിയേനെ. ചേച്ചി, മറ്റേ ഈ സൈക്കോസൈമല്ലേ, മറ്റേ അമ്മയച്ചനൊക്കെ വെട്ടിക്കൊന്നിട്ട് കുഴിച്ചു തീർത്തിട്ട് പുള്ളിയുടെ വീട് ഏതാ? ഈ വീടല്ലേ? ആദ്യം താമസമൊന്നുമില്ലല്ലേ? ചേട്ടാ, ഇതിന് പുറവശം കാണാൻ വല്ല വകുപ്പുണ്ടോ? പുറവശം കാണാൻ വേണ്ടി വല്ല വകുപ്പുണ്ടോ? ഇവിടെ വന്നാൽ മതിയോ? അപ്പോൾ സൈക്കോ സൈമൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അല്ലേ, ഇതല്ല ഇത് ആ പുറകെ കാണുന്നത്. ആ വീട്, ആ രണ്ടാലും വീടാണ് കാട് പിടിച്ചെടുക്കുന്നത്. ആ വീടാണ് നമ്മുടെ സൈക്കോ സൈമണിൻ്റെ വായി വരുന്നുള്ളൂ. കേരൽ ജിംസൻ്റെ ആയ. അപ്പോൾ കേരലിൻ്റെ വീട്
ഇത് ആക്ച്വലി ഫ്രണ്ട് വശമല്ലേ? ഇതിന് പുറവശം കാണുന്നെങ്കിൽ വേറെ വഴി വല്ലതും ഉണ്ടോ? കാണാൻ പറ്റൂല അല്ലേ? ഒത്തിരി ദൂരം അല്ലേ? എവിടെ എത്തി? ഏതാ മുകളിലോ? ആ ശരി, പെയിന്റ് അല്ല കാണല്ലേ? ഓഹോ, സമ്മതിക്കണം. വിജയനോട് താമസിക്കുന്നതല്ലേ? ചേട്ടാ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അയ്യോ, സമ്മതിക്കണം. ഇത് നമ്മുടെ അടുത്തുള്ള ചേട്ടൻ്റെ വീടിൻ്റെ പുറകുവശത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ വഴി കണ്ടില്ലേ? കാണിച്ചു തരാം. ഇതൊക്കെ അതിലൊക്കെ ഇനി കണ്ടോ? അതെ, ഈ വഴി കണ്ടോ? ഇതൊക്കെ കാട് പിടിച്ച് അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പം അഖിൽസ് TV എക്സ്ക്ലൂസീവ് നിങ്ങൾ ഈ കാണുന്ന സൈക്കോ സൈമൻ്റെ വീട്. കേതൽ ജിംസൺ രാജ് ആരാന്ന് പറഞ്ഞത് നിങ്ങൾക്ക്? വേറെ ആരുമല്ല, ഇവിടെ അടുത്താരും ഇല്ലാത്ത നമ്മൾ മാസ്ക് കുരുവാണ്, വേറെ ആരുമല്ല. ഈ കേതൽ ജിംസൺ രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ സൈമൺ എന്നൊരു ക്യാരക്ടറുണ്ട്. 5-ാം പാതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത കാലത്ത് ഇറങ്ങിയ മൂവിയിൽ വിധു ഇമ്മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത പടമാണ്. അപ്പോൾ ആ പടത്തിൽ സൈക്കോ സൈമണിൻ്റെ ക്യാരക്ടർ ഈ കേതൽ ജിംസൺ രാജ എന്ന് അഡാപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ കേതൽ ജിംസൺ രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്വന്തം അച്ഛൻ പ്രൊഫസർ ജി തങ്കം, അമ്മ ജി പത്മ, പിന്നെ സഹോദരി കാരോളിന, ഇത്രയും പിന്നെ വല്യമ്മ ലളിത, ഇത്രയും പേരെ മഴ കൊണ്ട് തലയ്ക്ക് വെട്ടിയിട്ട് തീയിട്ട് കത്തിച്ച് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചെന്നൊക്കെ എന്തോ പറഞ്ഞു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം ഇത്രയും കൊലകൾ ചെയ്ത് കൂട്ടിയ ഒരു സൈക്കോയുടെ വീടാണ് ഈ കാണുന്നത്. ഈ വീട്ടിൽ തന്നെ കണ്ടാലേ അറിയാം, പണ്ട് ഈ വീടിങ്ങനെ കാട് പിടിച്ച് ഒരുമാതിരി വായു പോലും കയറാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. ഗ്ലാസ്സൊക്കെ പൊട്ടി കിടക്കുന്നില്ല. എനിക്കൊന്നും ആൾക്കാരെല്ലാം കല്ലെറിഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ല ഈ പ്രതിഷേധം കൊണ്ടേ. അപ്പം മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു ആകെപ്പാടെ ഒരു ശുദ്ധവായുവിലും കയറാത്തൊരു നെഗറ്റീവ് വൈബുള്ളൊരു അന്തരീക്ഷമാണ് ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അച്ഛൻ അമ്മ ഡോക്ടർ മറ്റായിരുന്നു മെഡിക്കൽ കോളേജിലെന്ന് എനിക്ക് തോന്നുന്നത്, നാട്ടുകാർ പറഞ്ഞുള്ള അറിവാണ്. അപ്പം ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ അല്ലിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 9 വർഷം അടുത്ത് ഈ വീട്ടിൽ താമസിക്കുന്നതാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നത് അല്ലേ? വൈഫുണ്ട്. ഒരു മാറി ഇത് സംഭവം നടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്തോന്ന് ചേട്ടൻ ഓർത്ത് പറഞ്ഞു എന്താ നടന്നതെന്ന് പറഞ്ഞു? ഒരു ദിവസം രാത്രി ഈ ഒരു 11 മണി ഇവർ അച്ഛനും അമ്മയും പിന്നെ ഒരു മോളും ഒരു മോനും അച്ഛനും അമ്മയും. അമ്മ വെളിയിൽ എവിടെയോ ജോലിയിൽ ആയിരുന്നു. ഡോക്ടറാണ്. ഇവിടുന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ലീവ് എടുത്തോണ്ട് പോയി. തന്ത കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായിരുന്നു. ഞാനുമായിട്ട് നല്ല സൗഹൃദം. പുള്ളി എങ്ങനെയായിരുന്നു? പുള്ളി വല്ലാത്ത ക്യാരക്ടർ ആയിരുന്നു അതോ? പുള്ളി മദ്യപിക്കുന്നല്ല, പുറത്തെല്ലാം പുള്ളി മാന്യനായിരുന്നു. നല്ല ബിഹേവ് ചെയ്യുന്ന ഒരു പ്രൊഫസർ എന്നുള്ള രീതിയിൽ പുള്ളിയെ ബിഹേവ് ചെയ്യുന്ന ആളാണ്. ഈ മോൻ പുറത്തല്ലായിരുന്നു പഠിച്ചോ? മോൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന് നേരത്തെയൊക്കെ പഠിക്കാൻ വിട്ടു, പക്ഷെ അവൻ അതൊക്കെ ഉഴപ്പി കളഞ്ഞിട്ട് 2 തവണ അവനെ ഒന്ന് ഫിലിപ്പീൻസ് വിട്ടു, ഓസ്ട്രേലിയ വിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് അവനെ ഉഴപ്പി ഇവിടെ വന്നു. ഇവിടെ ഇരുന്ന് അവൻ ഈ ഗെയിംസ് പിന്നെ ഉണ്ടാക്കി ഇങ്ങനെ അയക്കുക, ഇതൊക്കെ ആയിരുന്നു. ഹൊറർ ഫിലിം അങ്ങനെയൊക്കെയുള്ള ഒരു, അവൻ ആരോടും മിണ്ടത്തില്ല, ഒരു പിക്കുലർ ടൈപ്പാണ്. മുടിയൊക്കെ വളർത്തി. അപ്പൊ അവന് ഒരു ദിവസം രാത്രി 12 മണിക്ക് AC കത്തി താഴോട്ട് വീഴുന്നു. AC ആ സൈഡിലുള്ള AC കത്തി, അതിന്റെ കംപ്രസർ പൊട്ടി ഇങ്ങോട്ട് വീഴുന്നു. എന്നാലും ഞാൻ ഇറങ്ങി ഇവിടെ നിൽക്കുന്നു. നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചപ്പോൾ ആരും വിളിയൊന്നും ചെയ്യുന്നില്ല. ഒടുവില് പെട്ടെന്ന് തീ കടന്ന് വീടിന് തീ പിടിച്ച് വലിയ ആളി കത്തി. ഈ കംപ്ലീറ്റ് നല്ല പെട്രോൾ കത്തിയാണ് തീ പിടിച്ചത്. അതിനകത്ത് പെട്രോൾ സൂക്ഷിച്ചിരുന്നു. അപ്പൊ കത്തി തീ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിച്ചു. പോലീസുകാർ വന്നു. ചേട്ടൻ ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല? എല്ലാവരെയും വിളിച്ചിട്ടൊന്നും ആരും എണ്ണിച്ചില്ല. എന്നിട്ട് ഞാൻ ഈ നാട്ടിൽ ഇവിടെ ഉള്ള 1-2 വീട്ടുകാരെ വിളിച്ചുണർത്തി. അവരുമായിട്ട് പിന്നെ പോലീസ് വന്നു. ഇടിക്കകത്ത് കയറിയപ്പോൾ ഇവർക്ക് ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകത്ത് നിന്നപ്പോഴത്തേക്ക് ഇത് ഫയർഫോഴ്സ് വെള്ളം അടിച്ച് തീയൊക്കെ കെടുത്തി ഞങ്ങൾ അകത്ത് കയറി. അകത്ത് കയറിയപ്പോഴത്തേക്ക് 2-3 പ്ലാസ്റ്റിക് കീസില്, വലിയ കീസിൽ അതിൽ ബോഡികളെല്ലാം വെട്ടി അരിഞ്ഞ് ഇറച്ചി കഷ്ണം പോലെ അരിഞ്ഞ് ഇട്ടിരിക്കുകയാണ്. കുറേ എണ്ണം എടുത്ത് തീ കത്തിച്ച്, കുറേ തീ കത്തിക്കാൻ വെച്ചിരുന്നു. അങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്രോൾ കമന്നാണ് ഈ വീടിന് തീ പിടിച്ചത്. 3 ദിവസം ഇത് ബുധനാഴ്ച വെട്ടി കൊന്നു. ശനിയാഴ്ചയാണ് തീയിടുന്നത്. ബാത്റൂമിൽ ഇരുന്നാണ് ഓരോന്നോരോന്ന് കത്തിക്കുന്നത്.
ഓരോരോ പീസ് എടുത്ത് ചെറിയ 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 പീസാകുമ്പോൾ ആളി കത്തത്തില്ല, സ്മെല്ലും അടിക്കത്തില്ല അങ്ങനെ. പിന്നെ അവനെ ലോഷനും ഇതൊക്കെ അടിച്ച് എല്ലാം ബന്ധോസാക്കി പോലീസുകാർ വന്നു. ഈ ഫയർഫോഴ്സ് ആണ് ആദ്യമേ പോയി ഇത് കൊലപാതകമാണ് മർഡറാണെന്ന് തിരിച്ചറിയുന്നത്. അത് കഴിഞ്ഞ് പോലീസിനെ കയറ്റി ഓടിയോ? അല്ല, അവൻ അന്നേരം ഓടി. തീ കത്തിയപ്പോൾ അവൻ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ നടപടിക്രമങ്ങൾ, പിന്നെ അതിന്റെ ഫസ്റ്റ് വിറ്റ്നസ് ആയി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൊല സാക്ഷിയായ ഒരാളെ കാണുന്നത്. അപ്പം ചേട്ടന് ആക്ച്വലി ഇത് വള്ളിയായെന്ന് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഞാൻ എന്റെ ദൃക്സാക്ഷിയാണ്. അപ്പം ചേട്ടന് ഈ കോടതി ചെലവൊക്കെ ഗവൺമെന്റ് തരുമോ? ഇല്ല, ചേട്ടന്റെ പൈസ കൊണ്ട് കോടതിയിൽ ഹാജരാകുമ്പോൾ ഇവനെ വിചാരണ ചെയ്യും. ഇവനിപ്പോ മാനസിക രോഗി ആയതുകൊണ്ട് മാനസിക രോഗിയെ വിചാരണ ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കേസ് ഇത് പെൻഡിങ് വെച്ചിരിക്കും. ഇവന് ഏതെങ്കിലും സമയത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത് ഞാൻ 2 തവണ കോടതിയിൽ ഹാജരാവണമെന്നാണ് അന്നത്തെ കമ്മീഷണർ പറഞ്ഞത്. സഹായിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ നമ്മുടെ ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് വിറ്റ്നസ് ആയി. അപ്പൊ ഇനിയിപ്പോ അവര് പോകുമ്പോ വിളിക്കുമ്പോഴെല്ലാം നമ്മൾ ചെല്ലണം. അപ്പം ആ സമയത്ത് ചേട്ടന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഞാൻ എന്റെ മദർ. ചേട്ടൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോ എന്താ തോന്നി? പെട്ടെന്ന് പേടിച്ചോ? പേടിയല്ല, ഒരു വീടായി. ഞാൻ വിചാരിച്ച അപ്രതീക്ഷിതമായി തീ പിടിച്ചതായിരിക്കും. ഫയർഫോഴ്സ് പറഞ്ഞപ്പോ ഡെഡ് ബോഡി എന്ന് പറഞ്ഞപ്പോ ഇവരെ തന്നെ മനസ്സിലായോ? നമ്മളൊരു ഭയങ്കര ഷോക്കായി പോയി. അയ്യോ. എന്നിട്ട് ഇവരുടെ റിലേറ്റീവ്സ് ആരും ഉണ്ടായിരുന്നു ചേട്ടൻ അറിയാവുന്ന? തൊട്ട് അമ്മാച്ചൻ അപ്പുറത്തുണ്ട്, തൊട്ട് ബാക്കി താമസം. അവരൊന്നും അറിഞ്ഞില്ല? ഇല്ല. ഓ, ഈ പുള്ളിക്ക് കേതലിന് ആരും ഫ്രണ്ട്സോ ആരും ഉണ്ടായിരുന്നു? ഒരു ഫ്രണ്ട്സും ഇല്ല, ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നല്ലേ? അവന് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല, ബോയ് ഫ്രണ്ട് ഇല്ല, വാഹനം ഉപയോഗിക്കത്തില്ല, ഈ മുറി വിട്ട് പുറത്ത് പോകത്തില്ല. അഡിക്ഷൻ ആയിരുന്നു. ഉള്ളി ഹൊറർ ഫിലിം മാത്രമേ കാണുള്ളൂ. ഹൊറർ മാത്രമേ കാണത്തുള്ളൂ. ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടോ എന്നാലും പുള്ളി? ഇല്ല. അങ്ങനെ പുറത്തും വന്നിട്ടേ ഇല്ലല്ലേ? ഇവർ ഇവിടെ കോഴിയൊക്കെ പിടിക്കാനായിട്ടൊക്കെ വരും. കുറെ 200-200 കോഴി വളർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. കോഴിയൊക്കെ പിടിക്കാനായിട്ട് ഇപ്പുറത്ത് വരും. പക്ഷെ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മോട് സംസാരിക്കത്തില്ല. ഇവൻ വരും. മധുരയാടി, ഇതിലെ കൂടെ മധുരയാടി. കണ്ട ഒരു ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ലുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നുമില്ല. അങ്ങനെയായിരുന്നു. ഇവിടെ സ്കൂളുമായിരുന്നു. ഇതൊരു കിൻഡർ ഗാർഡൻ സ്കൂൾ. അതിന് പ്രവർത്തിക്കുന്നതായിരുന്നത് ഈ സംഭവത്തിന് ശേഷം നിർത്തിയാണോ? ഇല്ല, അത് ഇപ്പോഴുണ്ട്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ മരിച്ചു കഴിയുമ്പം ആത്മാവ് ശരീരത്തിൽ നിന്നും പൊങ്ങി വരുന്ന കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഒക്കെയാണ് അമ്മയച്ഛനെയൊക്കെ തന്നെ കൊന്നതെന്നാണ് ഈ ആദ്യം കേരളത്തിൽ പറഞ്ഞത്. ആക്ച്വലി അതൊന്നും ആണെന്ന് തോന്നുന്നില്ല. ആയിരിക്കാം, മേ ബി, നമുക്കറിയില്ല. കാര്യം ഇതുവരെ ആ കേസ് പൂർണ്ണമായിട്ട് അതിൻ്റെ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ കേരളത്തിലെ നിലവിൽ ഇപ്പം ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുള്ളിക്ക് മെൻ്റലി പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണ്. ഗായ്സ്, നമ്മുടെ അലിയേട്ടനാണ് നമ്മളോട് ഇത്രയും നേരം ഈ കഥകളൊക്കെ പറഞ്ഞത്. ഇത് പുറകെ കണ്ടില്ലേ, നമ്മുടെ കേദർ ജിൻസൺ, അതായത് നമ്മുടെ സൈക്കോ സൈമണായിട്ടുള്ള ആ ക്യാരക്ടറിൻ്റെ വീടാണ് കാണുന്നത്. പള്ളിയേട്ടനാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പള്ളിയേട്ടൻ നമ്മളോട് ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു. വെച്ചാൽ കൊല ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡെഡ് ബോഡി എല്ലാം പള്ളിയേട്ടൻ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ. നമ്മൾ ഇനി ഇതുപോലെ തിരുവനന്തപുരത്തെ വ്യത്യസ്തമായ ഓരോ സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അഖിൽസ് TV ഇനിയും നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഉയർന്ന സീരീസിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ, പോകുന്ന വഴികൾ. അഖിൽസ് TV, ബൈ. കഴിക്കാൻ കട്ടിക്ക് എന്തെങ്കിലും എടുത്ത് വെച്ചോ.